ഹായ് ഫ്രണ്ട്സ്, PDF സ്കാനർ എന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. ഒരു ഇമേജ് അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് വളരെ എളുപ്പത്തിൽ വ്യക്തമായും സൈസ് കുറച്ചും വാട്ടർ മാർക്കില്ലാതെ ഒരാൾക്ക് വാട്സപ്പ് വഴിയോ മെയിൽ വഴിയോ അയച്ചു കൊടുക്കുന്നതിനും ഏതെങ്കിലും PSC പോലുള്ള സൈറ്റുകളിൽ അപ്ലോഡ് ചെയ്യുന്നതിനും നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാവുന്നതാണ്. ഇത് പ്ലേ സ്റ്റോറിൽ നിന്നും തികച്ചും സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്ന ഒരു ആപ്പാണ്. പ്ലേ സ്റ്റോറിൽ പോയ ശേഷം നമ്മൾ അവിടെ PDF സ്കാനർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ റെഡ് കളറിലുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നതാണ്. ഒരു സ്കാനറിൻ്റെ ചിത്രത്തോടു കൂടിയുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അത് ഓപ്പൺ ചെയ്യുക. ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലൊരു ക്യാമറയുടെ ഐക്കോൺ താഴെ കാണാൻ കഴിയും. ആ ക്യാമറ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എടുക്കാനുള്ള ലൈവ് ഡിറ്റക്ഷൻ ഒരു ഇമേജ് അവിടെ വരുന്നതായിരിക്കും. ആ ക്യാമറയുടെ മുകളിൽ കാണുന്ന ആ ഗാലറിയുടെ ഇമേജിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിൽ ആൾറെഡി ഉള്ള ഒരു ഫോട്ടോ നമുക്ക് സ്കാൻ ചെയ്യാനും കഴിയുന്നതാണ്. അപ്പോൾ സാധാരണ മൊബൈൽ ക്യാമറയിൽ ഒരു ഇമേജ് നമ്മൾ എടുക്കുന്നത് പോലെ ഈ ക്യാമറ ഉപയോഗിച്ച് നമ്മളൊരു ഇമേജ് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഓട്ടോ ക്രോപ്പാണ് നമുക്കിവിടെ കിട്ടുന്നത്. നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം അതിൻ്റെ സൈസ് നമുക്ക് ക്രോപ്പ് ചെയ്ത് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഇതുപോലെ പല ഓപ്ഷൻസ് വരും. മാജിക് 1, മാജിക് 2, ഏതിലോട്ടാണ് ഇത് സേവ് ചെയ്യേണ്ടത്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഗ്രേ. ഇതിൽ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് സേവ് ചെയ്യുന്നതെങ്കിൽ ഇമേജിൻ്റെ കളർ നഷ്ടപ്പെടും. അതിൽ മാജിക് 3, പോളിഷ് 3, പോളിഷ് 2 ഇതുപോലുള്ള ചില ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നമുക്ക് അതിൻ്റെ ഇമേജിൻ്റെ ക്ലാരിറ്റി നഷ്ടപ്പെടില്ല. അപ്പോൾ നമുക്കത് ഒറിജിനൽ കളറിൽ തന്നെ സേവ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ ഒരു മാജിക് 3 അല്ലെങ്കിൽ പോളിഷ് 2 ആണ് ഇതിന് ഏറ്റവും ബെറ്റർ. നിങ്ങൾക്ക് കളറിൽ തന്നെ നിങ്ങളുടെ ഇമേജ് വാട്ടർമാർക്കില്ലാതെ സേവ് ചെയ്യാൻ കഴിയും. സ്കാൻ ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മളിത് സേവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഫയലിനൊരു പേര് കൊടുക്കാൻ കഴിയും. നിങ്ങൾക്ക് എന്താണോ പേര് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, 1, 2, 3 സീരിയലാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നെയിം ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ അത് ഒന്നും ചെയ്യാതിരിക്കുക. സെലക്ട് ഫോർമാറ്റിൽ PDF സേവ് ചെയ്യേണ്ടതെങ്കിൽ PDF സെലക്ട് ചെയ്യുക. JPGയിലാണെങ്കിൽ ബ്ലൂ സെലക്ഷൻ JPGയിൽ വയ്ക്കുക. അതിനുശേഷം സെലക്ട് ക്വാളിറ്റി, തൊട്ട് താഴെ സെലക്ട് ക്വാളിറ്റി എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. അവിടെ ലോയിലാണ് വെക്കുന്നതെങ്കിൽ ഇമേജിൻ്റെ സൈസ് ഓട്ടോമാറ്റിക്കലി 200 KB ബിലോ കിട്ടും. സൈസ് ഒരു വിഷയം അല്ലെങ്കിൽ റെഗുലറിൽ സേവ് ചെയ്യാൻ കഴിയും. ഈ ബോട്ടം എൻഡിൽ കാണുന്ന സേവ് ബട്ടൺ ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഫയൽ ഫൈനലായിട്ട് ഇതിനെ സേവ് ചെയ്യുന്നത്. ഇതൊരു ഫ്രീ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് നമ്മൾ സേവ് ചെയ്യുന്ന സമയത്ത് ഒരു അഡ്വർടൈസ്മെൻറ്റ് വരാൻ സാധ്യതയുണ്ട്. ആ അഡ്വർടൈസ്മെൻറ്റ് കഴിയുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അഡ്വർടൈസ്മെൻറ്റ് കഴിയുമ്പോൾ നമുക്ക് സ്കിപ്പ് ചെയ്ത് ഇതുപോലെ ഏതെങ്കിലും ഒരാളിൻ്റെ വാട്സപ്പിലേക്ക് ഇത് ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ ഇത് ഓപ്പൺ ചെയ്യാം, ഗാലറിയിലോട്ട് നമുക്ക് സേവ് ചെയ്ത് നമ്മുടെ ഗാലറിയിൽ സൂക്ഷിക്കാനും കഴിയുന്നതാണ്. വാട്സപ്പിൽ ഷെയർ ചെയ്യാനാണെങ്കിൽ ഇതുപോലെ വാട്സപ്പിൽ പോയിട്ട് നമുക്കത് ഷെയർ ചെയ്ത് കൊടുക്കാൻ കഴിയും. ഈ രീതിയിൽ നമ്മുടെ കയ്യിലുള്ള ഒരു ഡോക്യുമെൻ്റ് വളരെ വ്യക്തമായി അതിൻ്റെ ക്ലാരിറ്റി നഷ്ടപ്പെടാതെ നമ്മുടെ മൊബൈലിൽ നിന്നും തന്നെ സ്കാൻ ചെയ്ത് വേറൊരാളിന് വളരെ ഈസി ആയിട്ടും ഫ്രീ ആയിട്ടും നമുക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.